ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത മനോഹരമായ ഒരു രംഗമാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിലൂടെയുമായിരുന്നു. യേശുവിൻ്റെ തിരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൻ തിരഞ്ഞെടുത്തത് കുറവുകളും പോരായ്മകളുമുള്ള ഒരു കൂട്ടം മുക്കുവരെയാണ്. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നാം ആരെയും അളക്കരുത് എന്നാണ്. വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നത് ഇപ്രകാരമാണ്. ഒരിക്കൽ ടീച്ചർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തു വിട്ടു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇത് അമ്മയെ കൊണ്ട് കാണിക്കുക. ആ എഴുത്തിൽ എഴുതിയിരുന്നത് ഇപ്രകാരമാണ്: നിന്റെ മകൻ ഒരു മണ്ടനാണ്. അവനെ പഠിപ്പിക്കുവാനായിട്ട് ഇവിടുത്തെ ടീച്ചർമാർക്ക് താല്പര്യമില്ല. അവനെ പഠിപ്പിക്കുവാനായിട്ട് ഇവിടുത്തെ ടീച്ചർമാർക്ക് സമയവുമില്ല. എന്നാൽ ആ എഴുത്ത് വായിച്ച അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നിന്നെ പഠിപ്പിക്കുവാനായിട്ട് അവിടുത്തെ സാഹചര്യങ്ങൾ പോരാ. കാരണം നീ വളരെ മിടുക്കനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് നാം വായിക്കുക തോമസ് ആൽവ എഡിസൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ്. തോമസ് ആൽവ എഡിസൺ പിന്നീട് ബൾബ് എന്ന മഹാത്ഭുതം ലോകത്തിന് പ്രദാനം ചെയ്തു. അനേകരെ വെളിച്ചത്തിലേക്ക് നയിച്ചു. ലോക പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായി അദ്ദേഹം മാറി. അതേ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ നാം ആരെയും അളക്കരുത്. കാരണം ഒരുപക്ഷേ നാം കഴിവില്ല എന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തികളായിരിക്കാം ജീവിതത്തിൽ നമ്മെ കൂടുതൽ സഹായിക്കുന്നത്. ഓർക്കുക, വികൃതമായ കല്ലിൽ നിന്നാണ് ശില്പി മനോഹരമായ ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നത്. പാഴ്മുളം തണ്ടിൽ നിന്നാണ് മധുരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഓടക്കുഴൽ രൂപപ്പെടുന്നത്. ചെളിയിൽ നിന്നാണ് മനോഹരമായ മൺകുടങ്ങൾ രൂപപ്പെടുന്നത്. മുള്ളുകൾ നിറഞ്ഞ തണ്ടിൽ നിന്നാണ് സുഗന്ധം പരത്തുന്ന റോസാപുഷ്പങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ആരെയും അളക്കാതിരിക്കുവാനും എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ഇന്നേ ദിവസം നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.